റേഷൻ കടയിലെ ആട്ടപ്പൊടി വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആട്ടപ്പൊടി വെച്ചിട്ട് ചപ്പാത്തി ചുട്ട അത്ര രസം ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ഇതേപോലെ എന്തെങ്കിലും പലഹാരമൊക്കെ ചെയ്യാന്ന് വെച്ചാൽ അടിപൊളിയായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആട്ടപ്പൊടി വെച്ചിട്ട് ഒരു പലഹാരം ചെയ്ത് വിട്ടിനു, പോസ്റ്റ് ചെയ്തിനു. അപ്പോൾ കാണാത്തവരുണ്ടെ പോയി കണ്ട് നോക്കിട്ടോ, എന്തായാലും നിങ്ങൾക്ക് ഉപകാരമാകുക. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണേ, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ, ഒരു ഹാർട്ടോ ഒരു സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ അതാ 1.5 ഗ്ലാസ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നല്ലോണം തന്നെ വറുത്തെടുക്കുക. ഇതിൻ്റെ പച്ച മണമൊക്കെ പോയി കിട്ടണം കേട്ടോ, അതുവരെ ഒന്ന് വറുത്ത് കൊടുക്കുക. എന്നാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. വേറൊരു സ്മെല്ലായിട്ട് വരും കേട്ടോ, നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ അതുവരെ ഒന്ന് വറുത്ത് കൊടുക്കുക. കുറച്ച് നേരം ഇങ്ങനെ വറുത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് നല്ല നെയ്യും കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. കരിയാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ, നമ്മൾ കൈവക്കാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിഭാഗം കരിഞ്ഞു പോവേ. ഇത്രയും മതിയാവൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതൊന്ന് ചൂടാറാനും വേണ്ടിയിട്ട് വെക്കണേ, കുറച്ച് നേരം അങ്ങനെ. ഇനി ഞാൻ 3 അച്ച് ശർക്കര ഒന്ന് ഉരുക്കി എടുക്കുന്നുണ്ട്, 1 ഗ്ലാസ് വെള്ളത്തിലാണ്. പിന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ 1 അച്ച് ശർക്കരയും കൂടി എടുക്കട്ടോ. ഇനി ഇതാ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ എന്താ ചിരവിയ തേങ്ങ ഉള്ളതെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. ഇനി ഇതാ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ ഒരു ഗോതമ്പ് പൊടിയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ശർക്കര പാനിയിലേക്ക് വെള്ളം ഒഴിക്കുന്നേരം അളന്ന അതേ ഗ്ലാസ് തന്നെയാണ്. അത് 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ ഏലക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കുക. ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടും. ഇനി നമുക്ക് ഉരുക്കി വെച്ച ശർക്കര പാനി ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം തന്നെ മിക്സ് ആക്കി കൊടുക്കുക. മുഴുവൻ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അധികം കട്ടിയും വേണ്ട, അധികം നേർത്തിട്ടും വേണ്ട കേട്ടോ. ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരു പാനിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലോണം ഒന്ന് ചെറുങ്ങനെ ഒന്ന് കളർ മാറി വന്നോട്ടെ. ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു പിടി ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് വാട്ടിയെടുക്കാം. ചെറുങ്ങനെ ഒന്ന് വാട്ടി കൊടുത്താൽ മതി കേട്ടോ. അധികം നേരം വേവേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ഇതേപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി. ഇത് നല്ലോണം തന്നെ ചൂടായി നിന്നോട്ടെ. ഇതിലേക്ക് നമുക്ക് ഈ ഒരു കൂട്ടൊഴിച്ച് കൊടുക്കാം. ആട്ടപ്പൊടിയുടെ കൂട്ടൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ തേങ്ങാക്കൊത്ത് എല്ലാ ഭാഗത്തും ഒന്ന് ചെറുങ്ങനാക്കി കൊടുക്കുക. എന്നതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് കൊടുക്കുക. ഒരു 20-25 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടാവും. അപ്പോൾ ഇതാ നമ്മളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആരൊന്നും എടുത്തിക്കില്ല കേട്ടോ. ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നല്ല പഞ്ഞി പോലെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടമാവും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.